ഇനി നമ്മൾ പോകുന്നത് തടിക്കാടേക്കാണ്. തടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മളിപ്പോൾ അവിടെ ചെന്ന് കയറാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ഏറം കുളം വരെ ഉള്ളത് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ നിർത്തിയായിരുന്നു. ഇനിയിപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. അപ്പം അടുത്ത നമ്മുടെ യാത്രയുടെ തുടർ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇനി നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലം തടിക്കാട് എന്ന് പറയും. അപ്പം അങ്ങോട്ടൊന്ന് ആ യാത്ര നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് തടിക്കാട് ജംഗ്ഷൻ ഫസ്റ്റ്. ഇനി ഒരു ജംഗ്ഷൻ കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊട്ടാരക്കരയ്ക്ക് പോകുന്നു. തടിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു മദ്രസയാണ്, മുസ്ലിം മദ്രസയോ സ്കൂളോ ഒക്കെയാണ്. ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ഇത് തടിക്കാട് ജംഗ്ഷനിൽ കൂടെയാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് തടിക്കാട് ജംഗ്ഷൻ. തടിക്കാട് താഴെ മേലുമായിട്ട് 2 ജംഗ്ഷനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത ഒരു ജംഗ്ഷനിലൂടെ കയറുകയാണ്. അടുത്തൊരു ജംഗ്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇനിയിപ്പോൾ ഇവിടെ തടിക്കാടത്തെ 2ാമത്തെ ജംഗ്ഷനിൽ വന്ന് കയറി ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പുനലൂർ റൂട്ടേക്ക് പോകാം. അടുക്കള മൂല പുനലൂർ റൂട്ടിലേക്കൊക്കെ പോവാം. ലെഫ്റ്റ് സൈഡിലേക്ക് കൊട്ടാരക്കരയ്ക്ക് പോകാം. അത്യാവശ്യം എല്ലാ കടകളും, എല്ലാ ബേക്കറി, പച്ചക്കറി, അങ്ങനെ എല്ലാ കടകളും, എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ജംഗ്ഷനാണ് തടിക്കാട് ജംഗ്ഷൻ. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇനി ഒരു ജംഗ്ഷൻ കാണാൻ പറ്റും. അതായത് അത് ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അതായത് മലമേൽ പാറ എന്ന് പറയും. മലമേൽ ക്ഷേത്രവും പാറയൊക്കെ ഉള്ള. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കയറി പോയാൽ മതി. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ മതി. മലമേൽ പാറ, മലമേൽ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണ് വണ്ടി കാണുന്നത്. പ്രശസ്തമായിട്ട് അഞ്ചൽ പ്രദേശത്തെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമേൽ പാറ. പാറയിലേക്ക് കയറുന്നതിന് തന്നെ ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. നല്ലൊരു മഹാദേവ ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന റോഡിൽ നിന്ന് ഇനി വേറൊരു റോഡിലേക്ക് വന്നിറങ്ങുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കൊട്ടാരക്കര, വാളകം കൊട്ടാരക്കരയ്ക്ക് പോകും. റൈറ്റ് പോയാൽ ചെങ്ങമനാട്, അത് പുനലൂർ റോഡിൽ, പുനലൂർ കൊട്ടാരക്കര റോഡിൽ ചെന്നിറങ്ങും. അപ്പം ഇപ്പം നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് ചെങ്ങമനാടിനെ ലക്ഷ്യമാക്കി പോകുക. അപ്പം അങ്ങോട്ട് പോകും. ഇവിടെ ആണ്ട് ഈ റോഡ് സൈഡിലെ കടലാസ് ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ റോഡ് സൈഡിലൊക്കെ വീടൊക്കെ ഉള്ളവർ ഇത് ഉണക്കി കടലാസ് ചെടിയൊക്കെ 2ാം മതിലിന് മുകളിലൂടെ നല്ല വിവിധതരം കളറിലുള്ള ചെടികൾ ഇങ്ങനെ വളർത്തി പടത്തിയിടുവാൻ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള എല്ലാ വീട്ടുകാരും ആ കാര്യം ചെയ്യണേ. നമ്മൾ അടുത്തൊരു ജംഗ്ഷനിലോട്ട് ഇറങ്ങാണ്. ഈ ജംഗ്ഷനാണ് ചിരട്ടക്കോണം ജംഗ്ഷൻ. ചിരട്ടക്കോണം ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിഗ്നലായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് കോക്കാട്, ലെഫ്റ്റ് സൈഡിലോട്ട് പനവേലിയിലൊക്കെ പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ നേരെ നമ്മൾ ചെങ്ങമനാട് ലക്ഷ്യമാക്കിയ പോകണം. അത് സിഗ്നലാണ്. അത്യാവശ്യം ചെറിയൊരു ജംഗ്ഷനാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു കുരിശടിയൊക്കെ കാണാം. ഒരു കുരിശടിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു നല്ലൊരു മരം നിൽപ്പുണ്ട്. ഇതാണ് ഇത്രയും നേരം സിഗ്നലായിരുന്നു. അപ്പോൾ സിഗ്നലായിട്ടുണ്ട്. നമ്മൾ പോന്നു. ഇത് ചിരട്ടക്കോണം ജംഗ്ഷൻ. ചിരട്ടക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുക ചെങ്ങമനാട് ലക്ഷ്യമാക്കി.
ഈ സൈഡ് താണ്ടില്ല ഒരു വലിയ മാർക്കറ്റായിരുന്നു, അതായത് വിപണി എന്ന് പറയുന്നത്. കൊലകളും പച്ചക്കറികളും ഒക്കെ ലേലം വിളിച്ചെടുക്കുന്ന വിപണി എന്ന് പറയത്തില്ലേ. അപ്പോൾ അവിടെ അതാ മതിൽ കെട്ടിനകത്ത് ഞാൻ കണ്ടായിരുന്നു. ചിരട്ടക്കോണം ജംഗ്ഷൻ കഴിഞ്ഞും ഇവിടെ ഒരു കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. പിന്നെ അതിനപ്പുറത്ത് പെട്രോൾ പമ്പുണ്ട്. ചെങ്ങമനാട്ടോട്ട് പോകുന്ന റൂട്ടിൽ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. ഇതേറി കയറി ചെല്ലുന്നത് അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. പാലമുക്ക് എന്ന ജംഗ്ഷൻ്റെ പേര്, പാലമുക്ക്. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പാലമുക്ക്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സ്കൂളൊക്കെ കാണാം. LP സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. LP ITI ഒരു ITI ആണത്. ഒരു ITI സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചെറിയ സ്കൂൾ. ഒരു അങ്കണവാടി ഉണ്ട്. പിന്നെ ഒരു സ്കൂളുണ്ട്, UP സ്കൂളാണ്. പാലമുക്ക് എന്ന് പറയുന്ന ഈ ജംഗ്ഷൻ കൊള്ളാം. ആ മരം അടിപൊളി. ഇവിടെ ഒരു കുരിശടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിറങ്ങിയിരിക്കുന്ന ഈ സ്ഥലം വെട്ടിക്കവല എന്ന് പറയും. ഏകദേശം നമ്മൾ കൊട്ടാരക്കരയ്ക്ക് അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. വെട്ടിക്കവല എന്ന് പറയുന്ന ഒരു ചെറിയ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ടൗണാണ്. അപ്പോൾ രാവിലെ സമയമാണ്ട് ഒരു സ്കൂളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ കാണുന്ന സ്കൂളാണ്. രാവിലെ ടൈം ആയതുകൊണ്ട് തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. രാവിലെ ഒരു 8 മണി സമയം കടകളൊക്കെ ഓപ്പണായി തിരക്കായി വരുന്നതേ ഉള്ളൂ. ഈ വളവ് കഴിഞ്ഞ് നല്ലൊരു ചിറകാണ്. നല്ലൊരു ക്ഷേത്രക്കുളം, ഈ കടവൊക്കെയുള്ള നമുക്ക് പണ്ടത്തെ രീതിയിലുള്ള കടവൊക്കെയുള്ള ക്ഷേത്രക്കുളമൊക്കെ കാണാൻ പറ്റും. ഇതാണ്ട് നല്ല വലിയ വലിയ മീനുകളൊക്കെ കിടപ്പുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇതാണ് പണ്ടത്തെ ഒന്ന് കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കടവ്. കൊള്ളാം. ശ്രീ വെട്ടിക്കവല മഹാദേവ ക്ഷേത്രം ആണ്. നല്ല പാർക്കിംഗ് ഇരിക്കുന്നുണ്ട്. നല്ല സൂപ്പർ മാങ്ങ ഇരിക്കുന്നത്. ഇതാണ് വെട്ടിക്കവല ടൗൺ ഗവൺമെൻറ് മോഡൽ സ്കൂള്. അപ്പോൾ ഇവിടെ നിന്നാണ്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കിടക്കുന്നു. അത് ചക്കുവരയ്ക്കൽ എന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. ചക്കുവരയ്ക്കൽ 6 കിലോമീറ്റർ. നമ്മൾ പോകുന്നത് ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്തോട്ട്, ജംഗ്ഷനിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. വെട്ടിക്കവല കഴിഞ്ഞ് ഇപ്പോൾ ചെങ്ങമനാട് തിട്ടുക. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു റിട്രീറ്റ് ഉണ്ട്. നല്ലൊരു റെസ്റ്റോറൻറ്റും ഹോട്ടലും ഒക്കെ ആയിട്ട് ഇതാണ്ട് ഡോണ റിട്രീറ്റ്. ഇനി നമ്മൾ ഈ വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം ചെങ്ങമനാട്. അപ്പോൾ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈവേയിലാണ് ചെന്നിറങ്ങുന്നത്. കൊല്ലം പുനലൂർ ചെങ്കോട്ട ഹൈവേ, കൊട്ടാരക്കര. അപ്പോൾ ഇവിടെ ഈ ടൗണിൽ ഈ ജംഗ്ഷനിൽ വന്നിറങ്ങി. അപ്പോൾ ഇവിടെ റൈറ്റിലോട്ട് പോകുമ്പം കൊട്ടാരക്കര, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കൊട്ടാരക്കര, റൈറ്റിലേക്ക് പോകുമ്പോൾ പുനലൂർ. ഇതാണ് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റോഡ്. ഇത് പുനലൂർ ചെങ്ങമനാട് ജംഗ്ഷനാണ്. ഇവിടെ നമ്മൾ കൊട്ടാരക്കരയിലോട്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ചെറിയ ഷോർട്ട് കട്ട് എടുത്ത് ഉള്ളേറിയയിൽ കൂടെ നമ്മൾ ഇനി ഒരു സ്ഥലത്തോട്ട് പോവുക. ചെറിയ ഗ്രാമവഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യാം. ഇവിടെയൊക്കെ കണ്ട ഗണേഷ് കുമാറിൻ്റെ ഏരിയ, മൊത്തം ഗണേഷ് കുമാറിൻ്റെ പടങ്ങളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്രാമവഴികളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് പോലെ കാണാം. എന്തെങ്കിലും വലിയ ഫ്ലാറ്റോ വീട് എന്തെങ്കിലുമൊക്കെ പണിയാനായിരിക്കണം. വലിയ ഗ്രൗണ്ട് പോലെ കിടക്കണം. ഈ വഴികളിലൂടെ വെള്ളക്കെട്ട
ഇതാണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴ പെയ്തുണ്ടോ, അവിടെ ഇവിടെയൊക്കെ നല്ല വെള്ളക്കെട്ട് കിടക്കുന്നു. ഇതാണ്ട് 3 സ്ഥാനാർത്ഥികളുടെ ചിരിച്ചിരിക്കുന്നു. ഇലക്ഷൻ തിരക്കൊക്കെ കഴിഞ്ഞു. ഇന്ന് ഡേറ്റ് ഏപ്രിൽ 11. ഏപ്രിൽ 9 ആയിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷൻ. ഈ റോഡൊന്നും അത്ര ഗുണമില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. പത്തനാപുരം മണ്ഡലത്തിലുള്ള ഒരു ചെറിയൊരു ഗ്രാമവഴിയാണ്, മൊത്തവും പോയി കിടക്കുവാണ്. അതായത് ചെങ്ങമനാടിൽ നിന്നും തലവൂരേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് നല്ല വാഴകളും ചീനിത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ട്. ഈ ഒരു ഗ്രാമ ജംഗ്ഷനിലേക്ക് നമ്മളെന്ന് പറയും, ഗ്രാമവഴികളിലൂടെയൊക്കെ ഇങ്ങനെ പിന്നിട്ട് ചെറിയൊരു ഗ്രാമ ജംഗ്ഷനിൽ ഒരു നാൽക്കവല പോലെ ഒരു സ്ഥലം. അതുകൊണ്ട് നടുക്ക് 2 മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ചെറിയ 1-2 കടകളും ഗ്രാമക്കടകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങോട്ടൊരു വഴി കിടക്കുന്ന, ഇങ്ങോട്ടൊരു വഴി കിടക്കുന്ന. കൊള്ളാം, നല്ലൊരു സ്ഥലം. ചെറിയ ഗ്രാമാന്തരീക്ഷം. അവിടെ ഒരു കുഞ്ഞ് ഒരു ചായക്കടയൊക്കെ ഉണ്ട്, പഴക്കൊലയൊക്കെ തൂക്കിയിട്ടേക്കുന്നു. എങ്ങനെയുണ്ട് ഇവിടെയൊക്കെയുള്ള ഈ ഗ്രാമവഴികളൊക്കെ എങ്ങനെയുണ്ട്? റബ്ബർ മരങ്ങളാണ് അപ്പുറത്ത് 2 സൈഡിലൊക്കെ നിൽക്കുന്നത്. രണ്ട് സൈഡിലും വീടുകളൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലം. ഈ സ്ഥലം ഏതാ സ്ഥലത്തിൻ്റെ പ്രോപ്പർ സ്ഥലപ്പേരൊന്നും അറിയത്തില്ല. അതായത് ഇപ്പം നമ്മളിനി പോകുന്നത് തലവൂരാണ്. തലവൂർ അതായത് പട്ടാഴി, പുനലൂരിൽ നിന്ന് കുന്നിക്കോട് വഴിയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് പ്രശസ്തമായൊരു ദേവീക്ഷേത്രമൊക്കെ ഉള്ളതാണ്. നല്ല വെടിക്കെട്ടും ഉത്സവമൊക്കെ നടക്കുന്നത്. അതുപോലെ ഈ ജനുവരിയിലോ ഫെബ്രുവരിയിലോ അങ്ങോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പം ചെന്ന് കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ഒരു സ്ഥലത്തുകൂടെയാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ചെറിയ വഴികളിലൂടെ നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഉണ്ട് ഇതാണ് മരച്ചീനി, വാഴ. അതിൻ്റെ ഇവിടെ താഴെ കണ്ട് ഒരാളൊരു കൃഷിക്കാരൻ അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ മരച്ചീനിക്കമ്പൊക്കെ നടാനായിട്ട്. അതുകൊണ്ട് അവിടെ തൊഴിലുറപ്പ് ചേച്ചിയാരൊക്കെ നിൽപ്പുണ്ട്. തൊഴിലുറപ്പിൻ്റെ ആൾക്കാരായിരിക്കണം. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനൊന്നുമില്ല. വെറുതെ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒരു യാത്ര. വെറുതെ ഒന്ന് ഇനി ഇവിടെ ഈ തലവൂര്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാലമൂട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇപ്പം നമ്മൾ ഇറങ്ങി വന്ന് ഇതുകൊണ്ട് ചീനിത്തോട്ടങ്ങളൊക്കെ കാണാം. മരച്ചീനി, കപ്പ കാണാം. അപ്പോൾ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ
അപ്പോൾ ഇതിലേ കൂടെ ഉണ്ട്. അതുകൊണ്ട് അതിലേ കൂടെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അതായത് ചെങ്കോട്ട കൊല്ലം റെയിൽവേ റൂട്ടാണിത്. ഇത് ഇനിയിപ്പം പുനലൂരേക്ക് പോകുന്ന ലെഫ്റ്റ്, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊല്ലത്തിന് പോകുന്ന റൂട്ട്, കൊട്ടാരക്കര കൊല്ലം പോകുന്ന റൂട്ട്. അപ്പോൾ ഈ സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത് പുനലൂർ ചെങ്കോട്ടയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടെ ലെവൽ ക്രോസിലേക്കാണ് നമ്മളിപ്പോൾ ചെന്നിറങ്ങുന്നത്. ഇപ്പോഴിങ്ങനെ ട്രെയിനിൻ്റെ ടൈം അല്ലെന്ന് തോന്നുന്നു. ട്രെയിൻ ഇപ്പം വരാൻ സാധ്യതയില്ല. താണ്ടെ ട്രെയിൻ പാളം. അതുകൊണ്ട് അവിടെ ലെവൽ ക്രോസിൻ്റെ ഇത് കണ്ട്, ഇത് കൊട്ടാരക്കരയ്ക്ക് അല്ലല്ല പുനലൂരേക്ക് പോകുന്ന റൂട്ട്. ഇത് കൊട്ടാരക്കരയ്ക്ക് കൊല്ലം പോകുന്ന റൂട്ട്. ഇത് പുനലൂരേക്ക് പോകുന്ന പുനലൂർ ചെങ്കോട്ട റൂട്ട്. ഇതാണ് എൻ്റെ ഗേറ്റ്. ഓക്കെ, എൻ്റെ അടുത്ത ആളാണ് നടന്നു പോകുന്നത്. ഇതാണ് തലവൂർ ദേവി ക്ഷേത്രം. ഇതുകൊണ്ട് ആ സൈഡിൽ കാണുന്നത് തലവൂർ ദേവി ക്ഷേത്രം. ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നൊരു ക്ഷേത്രമാണ്. അവിടെ ഒരു സ്കൂളൊക്കെയാണ്. ഇത് തലവൂർ ജംഗ്ഷനിലേക്കാണ് നടന്നത്. ഇതാണ് തലവൂർ ക്ഷേത്രം. അതുകൊണ്ട് ഈ കാണുന്ന വലിയ ക്ഷേത്ര ഗ്രൗണ്ടുണ്ട്. ഇവിടെയാണ് എല്ലാ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേത്രം ഇവിടെ കാണാം, കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്ന. ഇവിടുന്ന് ഇനി അത് ആ കാണുന്ന ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്ത് കാണുന്നത് റോഡാണ്. അതായത് കുന്നിക്കോട്, പുനലൂരിൽ നിന്ന് പട്ടാഴിക്ക് പോകുന്ന റോഡാണത്. പുനലൂരിൽ നിന്ന് പട്ടാഴിയിലേക്ക് പോകുന്നത് പുനലൂർ കുന്നിക്കോട് വന്നിട്ട് പിന്നെ പുനലൂരിൽ നിന്ന് കൊട്ടാരക്കര റൂട്ടേ വന്നതിന് ശേഷം കുന്നിക്കോട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമ്മളിവിടുന്ന് വീണ്ടും അവിടുന്ന് റൈറ്റ് അടിച്ച് ഇങ്ങനെ വരുന്ന റൂട്ടാണിത്. ഇത് തലവൂർ ജംഗ്ഷനാണ്. അതുകൊണ്ട് ഇതെല്ലാം KB ഗണേഷ് കുമാറിൻ്റെ തട്ടകമാണ്. ഒരു ദേവി വിലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാണാം. ഗണേഷ് കുമാറിൻ്റെ വലിയൊരു ഫ്ലെക്സ് സ്കൂളിൻ്റെ ഫ്രണ്ടിലിരിപ്പുണ്ട്. ഇതാണ് തലവൂർ ജംഗ്ഷൻ. അപ്പം ഈ സൈഡിലേക്ക് ഇനി നമ്മൾ പോകുന്നത് ഇത് പട്ടാഴി റൂട്ടാണ്. രണ്ടാലമൂട് പട്ടാഴി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. പട്ടാഴിയിലും ഉണ്ട് വലിയൊരു ദേവീക്ഷേത്രം. അവിടെ നിന്ന് അവിടുത്തെ ഉത്സവവും വെടിക്കെട്ടുമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് രണ്ടാലമൂട്ടിലേക്കാണ്. അപ്പം തലവൂർ കഴിഞ്ഞു, ഇനി രണ്ടാലമൂട്ടിലേക്ക്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നു രണ്ടാലമൂട്. ഒരു ഫെഡറൽ ബാങ്കൊക്കെ കഴിഞ്ഞു. രണ്ടാലമൂട് നേരെ പട്ടാഴി, ലെഫ്റ്റ് സൈഡ് കൊട്ടാരക്കര, റൈറ്റ് സൈഡ് പത്തനാപുരം. അപ്പോൾ ഇവിടെ സിഗ്നലൊക്കെ ഉണ്ട്. ആ സിഗ്നലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് രണ്ടാലമൂട് ജംഗ്ഷൻ. ഇവിടെ ഒരു ചെറിയ രണ്ട് ആലൊക്കെ നിൽപ്പുണ്ട്. ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ഇതാണ് രണ്ടാലമൂട്. അപ്പം ഈ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിഗ്നൽ മാറി നമ്മൾ നേരെ പട്ടാഴി റൂട്ടിലോട്ട് വണ്ടി കയറുന്നു. ഇത് കൊട്ടാരക്കര പത്തനാപുരം കയറുന്നു. പച്ചക്കറിക്കടയാണല്ലോ കാണുന്നത്. അപ്പോൾ ഓക്കെ, ഈ യാത്ര ഇവിടെ വെച്ച് നിർത്തുവാണ്. അത് ഇനി നമ്മളിപ്പോൾ വന്ന വഴിയേ വന്ന റൂട്ട് ഇനി തിരിച്ചു പോവുകയാണ്. ഇതാണ് ഒരു ചെറിയൊരു വീഡിയോ. 2 പാർട്ടായിട്ടാണ് ഇട്ടിരുന്നത്. അപ്പം എല്ലാവരും വീഡിയോകളൊക്കെ കാണണം. ഇതേകണക്ക് നല്ല യാത്രാ വീഡിയോകളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഈ ചാനലിൽ വരുന്നത്. അപ്പോൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. അപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കേ.